ഏറ്റവും വലിയ മീനിനെ പിടിച്ചുകൊണ്ട് അപ്പൊ ഏതായാലും ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് അല്ലേ? സന്തോഷം. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും. കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ചൂണ്ട ഇടൽ മത്സരം നടത്തി. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയും വിസ്മയ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള ചൂണ്ടയിടൽ മത്സരത്തിൽ ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് തിങ്ങി നിറഞ്ഞ വെള്ളത്തിൽ ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നുമായി നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. മത്സരം നിരവധി കാഴ്ചക്കാരെ കൊണ്ട് ശ്രദ്ധേയമായി. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുംപുറങ്ങളിലെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും പ്രായമായവരുടെയും യുവാക്കളുടെയും ഹരമായിരുന്ന ചൂണ്ടയിടൽ കഴിഞ്ഞ രണ്ടാം കോവിഡ് കാലത്ത് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയാണ് ചെറുമുക്കിലെ ഒരു കൂട്ടം യുവാക്കളുടെ ശ്രമത്താൽ ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചിരുന്നത്. പൂർവാധികം ശക്തിയോടെ ചൂണ്ടയിടലിൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് ലക്ഷ്യം. പണ്ടുകാലങ്ങളിൽ വയലിൽ വെള്ളം വന്നാൽ കുളിക്കാൻ പോകുന്നതും ചൂണ്ടയിടാൻ പോകുന്നതും വലവീശലും വല കൊണ്ട് കോരിയും ഗ്രാമങ്ങളിലെ മീൻപിടുത്തം ഉണ്ടായിരുന്നത് ഇന്നത്തെ ഈ പുതുതലമുറയ്ക്ക് അത്ര ഹരമല്ലാതായി മാറി. ഇന്ന് കാലത്തിനനുസരിച്ച് കുട്ടികൾ അതിൽ നിന്നും മാറിയിരിക്കുകയാണ്. സ്മാർട്ട് ഫോണ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ്, റീൽസ്, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇഷ്ടവിനോദം. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമം മുഴുവൻ പഴയ ചൂണ്ടയിടൽ ഓർമ്മയിലേക്ക് നയിച്ചത് പഴയ ഈ ഗ്രാമീണ ചൂണ്ടയിടലിൻ്റെ ആവേശം ഒരു പ്രദേശം മുഴുവനും സാക്ഷ്യം വഹിച്ച ദിവസമായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് രജിസ്ട്രേഷനോട് കൂടി തുടങ്ങിയ മത്സരം വൈകുന്നേരം 6 മണിക്ക് സമാപിച്ചു. മത്സരാർത്ഥികൾ 1.5 മീറ്റർ അകലം പാലിച്ച് ഒരു സമയത്ത് 5 പേർ വീതമായിരുന്നു ചൂണ്ടയിട്ടിരുന്നത്. ഇതിൽ നിന്നും 1ഉം 2ഉം വിജയിച്ചവരെ മാറ്റി നിർത്തുകയും 3 പേർ പുറത്താക്കുകയും ചെയ്യും. വീണ്ടും 5 പേരടങ്ങുന്ന ടീം വേറെ മത്സരിക്കും. ഇങ്ങനെ ഗ്രൂപ്പുകളായി പഴയതുപോലെ മത്സരിച്ച് ഫൈനൽ മത്സരിക്കുന്ന 3 പേർക്ക് 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ ലഭിച്ചു. ക്വാർട്ടർ, പ്രീ ക്വാർട്ടർ, സെമി ഫൈനൽ, അതിൽ നിന്നും 3 സ്ഥാനക്കാരെ കണ്ടെത്തി. ഇങ്ങനെയാണ് മത്സരം നടത്തിയിരുന്നത്. 1ഉം 2ഉം സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസിനൊപ്പം ട്രോഫിയും സമ്മാനിച്ചു. 3ആം സ്ഥാനക്കാർക്ക് ട്രോഫിയും നൽകി. ചോരാത്ത മഴയിൽ ആവേശം കൊണ്ട് ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുമായി 50ൽ പരം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. TJR ഫിഷിംഗ് ബ്ലോക്ക്, AR നഗർ, VK പടി, PP സൈദ് 1ആം സ്ഥാനവും 2ഉം 3ഉം സ്ഥാനങ്ങൾ തിരൂരങ്ങാടി, കക്കാട്, സോക്കർ കിങ്ങും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫി തിരൂരങ്ങാടി താലൂക്ക് തഹസിൽദാർ ഫ്രാൻസിംഗ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പങ്കെടുക്കാൻ വരും. കാരണം സ്പോർട്സിൽ ചെറിയ ബന്ധങ്ങളുണ്ട്. ഫുട്ബോൾ കളിക്കാറുണ്ട്, ഫുട്ബോൾ ടീമുണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഷട്ടിൽ കളിക്കാറുണ്ട്, ചെസ്സും കളിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു ചൂണ്ടയിടൽ മത്സരം അതൊരു വളരെ പുതുമയാണ്. മനസ്സിലാക്കാനൊരു അവസരം എനിക്ക് തന്നേനെ സുഹൃത്ത് ശ്രീ മുസ്തഫ കൗണ്ടിയുടെ കേരളം കൂടിയാണ്. തലക്കോസിന്റെ പരിസരത്ത് തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്നതോടൊപ്പം ഇവിടുത്തെ നാട്ടുകാർ, എല്ലാവരും കൂട്ടായ്മ, ചെറുമുക്ക് നാട്ടുകാർ, പിന്നെ ക്ലബ്ബ് അംഗങ്ങളായ VP നബീൽ, VP മുനാഫിർ, ചക്കുങ്ങൽ സിനാൻ, VP നിഹാൽ, കൂട്ടായ്മ അംഗങ്ങളായ VP ഖാദർ ഹാജി, മുസ്തഫ ചെറുമുക്ക്, പനക്കൽ ബഷീർ, ചോലയിൽ ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.